എം.ആർ. അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കുമോ അതോ നീക്കത്തിന് സർക്കാർ ചെക്ക് വെക്കുമോ? നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചുവെന്ന പരാതിയിൽ അജിത് കുമാറിനോട് ആഭ്യന്തര വകുപ്പിന് മൃദു സമീപനമെന്ന വിമർശനം കോൺഗ്രസിൽ ശക്തമാണ്. അന്ന് മർദ്ദനമേറ്റ A.V. തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കേസിൽ എം.ആർ. അജിത് കുമാറിനോട് DGP വിശദീകരണം തേടും. ഇതിന് പിന്നാലെ നടപടി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടേണ്ടത്. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം തിങ്കളാഴ്ച ചേരും. സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. ആഭ്യന്തരമന്ത്രിയും DGP-യും യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് വിവരം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന വലിയ വിമർശനങ്ങളുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും നടപടിയെടുക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. അത് എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ? എം.ആർ. അജിത് കുമാറിനെ DGP ആകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതിനിടയിലാണ് അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ആ റിപ്പോർട്ടിന്മേൽ നടപടി വൈകിക്കുന്നു എന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത്. അതോടൊപ്പമാണ് ആലപ്പുഴയിൽ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ അജയ് ജുവൽ കുര്യാക്കോസ്, A.D. തോമസ് MLA തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ നടപടി വൈകുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ഇന്ന് ഉന്നയിക്കാനിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായി മുഖ്യമന്ത്രി ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനൊടുവിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു അച്ചടക്ക നടപടി വകുപ്പ് തലത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. അങ്ങനെ അച്ചടക്ക നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ എം.ആർ. അജിത് കുമാറിനെതിരെ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ കേവലം ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെയോ പേരിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൃത്യം ഇതിന് ചില കീഴ്വഴക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്താൽ ആർക്കെതിരെയാണോ നടപടിയെടുത്തത് അവർക്ക് കോടതിയിൽ അതിനെതിരെ ഹർജി ഫയൽ ചെയ്യാൻ കഴിയും. അത് സർക്കാരിന് തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കാം എന്നതാണ് ആഭ്യന്തര വകുപ്പിന് മുമ്പിൽ ഒരു വെല്ലുവിളിയാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അജിത് കുമാറിനെതിരെ നടപടി ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അജയ് ജുവൽ കുര്യാക്കോസും A.D. തോമസ് MLA-യും മുഖ്യമന്ത്രിയെ കാണാനിരിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.